ഇനി നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഗസ്റ്റ് വരുന്ന സമയത്തും ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പൂരിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നതെന്ന്. പൂരിയല്ല കേട്ടോ. അപ്പോൾ നമ്മളിന്നിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ബട്ടൂരയാണ്. അപ്പോൾ ഈസ്റ്റ് ഒന്നും ചേർക്കാത്ത ബട്ടൂരയാണ് കേട്ടോ നമ്മളിന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ചിലർക്കൊന്നും ഇഷ്ടമില്ലാത്തതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസ്റ്റ് ചേർക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടൂര എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിനാണ് കേട്ടോ 2 കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കതിലേക്ക് ചെറിയൊരു ക്രഞ്ചിനെസ്, ഇങ്ങനെ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് ഈസ്റ്റിന് പകരം ബേക്കിംഗ് പൗഡറാണ്. അത് 1 ടീസ്പൂൺ, ഈ 2 കപ്പിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 1 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിൽ, ഏതായാലും കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത്, അത് ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെറിയ പുളിയുള്ള തൈരാണ്, അത് ഓവർ പുളിയില്ല, ആ രീതിയിലുള്ള തൈരാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓയിലും തൈരൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് ഞാൻ പറയണില്ല, കാരണം നമ്മൾ എടുക്കുന്ന ഇതിനനുസരിച്ചാണ് വെള്ളത്തിൻ്റെ അളവ് ഉണ്ടാവുക. നമ്മളിപ്പോൾ മൈദയും റവയും ഒക്കെ ചേർത്തതല്ലേ, അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ല, ആ രീതിയിൽ ആവശ്യത്തിന് മാത്രം വെള്ളം ഇങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ആ രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ചെറിയ ചൂട് മതി കേട്ടോ, ഒരു ഓവറായിട്ടുള്ള ചൂടൊന്നും വേണ്ട. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഇപ്പോൾ ആ വെള്ളമൊക്കെ ആവശ്യത്തിനായിട്ടുണ്ട്. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കണം, എന്നാലും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ബട്ടൂര കിട്ടുള്ളൂ. അപ്പോൾ കുഴച്ചെടുക്കുന്നതിൽ ഒട്ടും പിശുക്ക് കാണിക്കേണ്ട, നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ബട്ടൂര നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലൊരു ഏകദേശം ഒരു 10 മിനിറ്റോളം കുഴച്ചെടുത്തോളൂ കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കുക, അല്ലെങ്കിൽ 2 മണിക്കൂർ വെക്കുക കേട്ടോ. ഇത് നമ്മൾ ഈസ്റ്റൊക്കെ ചേർക്കുമ്പോൾ ഡബിളായിട്ട് അങ്ങ് പൊങ്ങി വരുമല്ലോ, അങ്ങനെ പൊങ്ങി വരുമൊന്നുമില്ല, പക്ഷെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ 2 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 2 മണിക്കൂറിനൊക്കെ ശേഷം എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചെറിയ ബോൾസ്, ഞാൻ ചെറിയ ബട്ടൂരയാണ് ഉണ്ടാക്കുന്നത്. വലുത് വേണമെന്നുണ്ടെങ്കിൽ വലുത് ഉണ്ടാക്കുക, എന്നിട്ട് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുത്താൽ മതി. ഞാൻ ചെറിയ ബട്ടൂരയായിട്ടാണ് ഇത് ബോൾസ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ പൂരിയുടെയൊക്കെ വലുപ്പത്തിലുള്ള ബട്ടൂരയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ ബോൾസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാനിവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു വലുപ്പത്തിനനുസരിച്ച് 13 ബട്ടൂര നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്തിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഓരോന്ന് എടുക്കുന്ന സമയത്തും ഇത് അടച്ചു വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് പോകും നമ്മുടെ മാവ്. അപ്പോൾ ഞാനിത് കുറച്ച് ഓയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് ഒന്നുകൂടെ ഒന്നുകൂടെ ഈസി മെത്തേഡ് നമ്മുടെ പൂരി പ്രസ് ഉണ്ടല്ലോ, പൂരി പ്രസ്സിൽ പരത്തിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ പൊടിയൊന്നും തൂവരുത്, ഇതുപോലെ ഓയിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് കനം കുറഞ്ഞു പോകരുത്, ഈ ഒരു കട്ടിയിൽ വേണം കേട്ടോ പരത്തിയെടുക്കാൻ. എന്നിട്ട് നമുക്കിത് ഓയിലിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ചൂടായ ഓയിലിട്ടിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ബബിളായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് അങ്ങ് പൊങ്ങി വരും കേട്ടോ. ഇതുപോലെ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മുഴുവനായിട്ട് അങ്ങ് പൊങ്ങി വരും. കാരണം നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് 2 സൈഡും ഒരേപോലെ ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഓവർ ചൂടായാൽ കരിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. നല്ല ചൂടായതിന് ശേഷം കുറച്ചൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്താൽ മതി.
അപ്പോൾ ഞാൻ ചെയ്യൽ എപ്പോഴും ഇതുപോലെയാണ് കേട്ടോ. പൂരി പ്രസ്സിൽ കുറച്ച് ഓയിലൊന്ന് ഇത് ഡിപ്പ് ചെയ്തിട്ട് ഓയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് പ്രസ് ചെയ്യേണ്ട, അത് ചെറിയൊരു കട്ടി വേണമല്ലോ, എന്നാലും നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ഇതാവുമ്പോൾ ഈസി മെത്തേഡാണ്. അപ്പോൾ ഇതുള്ളവർ ഈ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഓയിലിട്ടിട്ട് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയും അല്ലെങ്കിൽ ബട്ടർ ചിക്കൻ അതൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കാബൂളി കടല ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ഒരു മസാലയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരു ദിവസം അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ വീണ്ടും പിന്നെ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ്ടോ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ പൊങ്ങി വരും. ഞാനിങ്ങനെ അതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഓയിലിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ പരത്തി വെക്കുന്നില്ല കേട്ടോ, അങ്ങനെ വെച്ചാൽ അത് ഒട്ടി പിടിക്കും. അപ്പോൾ അങ്ങനെ ആ സമയത്ത് തന്നെ അങ്ങ് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരുപാട് സമയം നമുക്ക് ഇതുപോലെ തന്നെ ഫ്ലഫി ആയിട്ട് നിൽക്കും കേട്ടോ. നമ്മുടെ ഈ ഒരു ഭട്ടൂര നല്ല അടിപൊളി സോഫ്റ്റാണ്. കണ്ടോ, ഉൾഭാഗമൊക്കെ നമ്മൾ ഒരു ബ്രെഡിൻ്റെയൊക്കെ സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മളിപ്പോൾ ഈസ്റ്റൊക്കെ വെച്ച് ചെയ്യുന്ന അതേപോലെ തന്നെ ബ്രെഡിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചറിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ ഈ ഭട്ടൂര ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു റെസിപ്പി, ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ പറ്റുള്ളതിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.